കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊരു ഞായറാഴ്ച തൊഴിലാളി. ഇടയ്ക്ക് പെയ്ത മഴയിൽ നനയാതെ CPM-ലേക്ക് കയറി നിന്നതാണ്. അവിടെ പക്ഷേ ഈ പണിയൊന്നും നടക്കില്ല. അതോടെ തിരികെ കോൺഗ്രസിലേക്ക് ചേക്കേറി. ഇപ്പോൾ ഞായറാഴ്ച മാത്രമല്ല, അവധി ദിനങ്ങളും നോക്കി പണിയെടുക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സ്വന്തം ചെറിയാൻ ഫിലിപ്പ്. ഇപ്പോഴിതാ പുതിയൊരു സ്വയംകൃത വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം നിരസിച്ചയാളെന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇനി പറഞ്ഞാലേ ഇനി കോൺഗ്രസിനുള്ളിൽ പിടിച്ചു നിൽക്കാനും പറ്റൂ എന്ന തോന്നലാണ് ചെറിയാൻ ഫിലിപ്പിന്. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക വേളയിൽ ഓർമ്മയിൽ തെളിഞ്ഞ ചില ചരിത്ര വസ്തുതകൾ കുറിച്ചെന്ന് മാത്രം എന്നൊരു അടിക്കുറിപ്പ് കൂടി ഇതിനിട്ടിട്ടുണ്ട് ചെറിയാൻ ഫിലിപ്പ്. ആരും പറയാത്ത കഥ ഇപ്പോൾ എന്തിനാണാവോ ചെറിയാൻ വിളമ്പുന്നത്. 95-ൽ K കരുണാകരന് പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിച്ചെങ്കിലും അദ്ദേഹം നിരസിക്കുകയായിരുന്നെന്ന് ചെറിയാൻ ഫിലിപ്പ് തുറന്നു പറയുന്നു. തന്റെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ അറിയിച്ചതിനൊപ്പം AK ആന്റണിയുടെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടി. അത് ഉമ്മൻചാണ്ടിയുടെ ഒരു ത്യാഗമാണെന്ന് വരുത്തി തീർത്തിട്ട് എന്തോ കാര്യമായി കട്ടിക്ക് നടാനുണ്ട് ചെറിയാൻ ഫിലിപ്പിന്. അത് തന്നെ കാരണം. ചെറിയാൻ നിർത്തുന്നില്ല. ഉമ്മൻചാണ്ടി പോലും പറയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. AK ആന്റണി താൻ മുഖ്യമന്ത്രിയാകില്ലെന്ന കടുത്ത നിലപാടാണ് ആദ്യം മുതൽക്കേ സ്വീകരിച്ചത്. ആന്റണിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ PJ കുര്യനെയും തന്നെയും ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തിയത്രേ. ഇപ്പോൾ മനസ്സിലായില്ലേ, ആന്റണിക്കൊപ്പം ആണ് തന്റെ സ്ഥാനം കോൺഗ്രസിലെന്നാണ് ചെറിയാൻ ഇപ്പോൾ തുറന്നു തന്നെ പറയുന്നത്. 1978-ൽ AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് അടുത്ത മന്ത്രിസഭയിൽ അംഗമാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഉമ്മൻചാണ്ടി വഴങ്ങിയില്ല. 80-ൽ 4-ാം മന്ത്രിസഭയിൽ അംഗമാകാൻ ഉമ്മൻചാണ്ടി വിസമ്മതിച്ചു. തുടർന്നാണ് PC ചാക്കോ മന്ത്രിയായത്. 1981-ൽ കരുണാകരൻ മുഖ്യമന്ത്രിയായ ബദൽ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 82-ൽ തെരഞ്ഞെടുപ്പിന് ശേഷം വയലാർ രവിക്ക് വേണ്ടി മന്ത്രിപദം ഒഴിഞ്ഞു. 95-ലും 2001-ലും മന്ത്രിയാകാൻ ഉമ്മൻചാണ്ടിയോട് മുഖ്യമന്ത്രി AK ആന്റണി ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അപ്പോഴും തയ്യാറായില്ല. 2004-ൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ AK ആന്റണി തന്റെ പിൻഗാമിയായി സോണിയാഗാന്ധിയോട് നിർദ്ദേശിച്ചതും ഉമ്മൻചാണ്ടിയുടെ പേര് മാത്രം. എന്തായാലും ചെറിയാൻ അവിടെ നിർത്തിക്കളഞ്ഞു. കാരണം പിന്നീട് അങ്ങോട്ട് ചെറിയാൻ LDF-നൊപ്പമായിരുന്നു യാത്ര. അതുകൊണ്ട് കോൺഗ്രസിലെ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ കാര്യമൊന്നും അറിയാൻ സാധിച്ചതുമില്ല. അല്ലെങ്കിൽ സോളർ കേസും KM മാണിയെ കുടുക്കിയത് എങ്ങനെയെന്നുമൊക്കെ മണിമണി പോലെ ചെറിയാൻ ഫിലിപ്പ് തുറന്നു പറഞ്ഞേനെ. എന്തായാലും ചെറിയാൻ പറഞ്ഞതിനോട് AK ആന്റണിയോ PJ കുര്യനോ വിയോജിക്കില്ല. അവർക്കതിന് സമയമില്ലെന്ന് ചെറിയാൻ അറിയാം. അപ്പോൾ ചെറിയാൻ തന്റെ ഞായറാഴ്ച ജോലിയുമായി വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും.